നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രതീക്ഷകൾ പൂവണിയുന്നു. ഈ നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി ഇവരുടെ ജീവിതത്തിൽ മനസ്സിൽ ആഗ്രഹിച്ച് നടന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. തടസ്സങ്ങൾ മാറുന്നു, കഷ്ടപ്പാടുകളൊക്കെ ജീവിതത്തിൽ നിന്ന് പെയ്തൊഴിയുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. വളരെയേറെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എത്താൻ പോകുന്നത്. പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും പുതിയ ജോലികൾ ആരംഭിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ്. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. ജീവിതത്തിലെ പുതിയ ഉയർച്ചകൾ സാധിക്കുന്ന സമയമായതുകൊണ്ട് പുതിയ തുടക്കം കുറിക്കുന്ന സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ തുടക്കം കുറിക്കുകയാണെങ്കിൽ എല്ലാവിധ വിഷമതകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ഈശ്വരന്റെ കൈത്താങ്ങ് എപ്പോഴും ഉണ്ടാകും. എല്ലാവിധ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ പെയ്തൊഴിയും. ഇവർക്ക് നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയമാണ്. ഈശ്വരീയമായ കരുതൽ ഇവരുടെ കൂടെ ഉണ്ടാകും. ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന സമയമാണ്. ജ്യോതിഷപരമായി ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. വലിയ ഭാഗ്യം തിരിതെളിഞ്ഞ് കത്തുന്ന ഒരു സമയമാണ്. ഇവർ ഉയർച്ചയുടെ വക്കിലാണ്. ഇനി അങ്ങോട്ട് കുതിച്ചുയരാനുള്ള ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ ഇപ്പോൾ നടക്കുന്ന സമയമെന്ന് പറയുന്നത് പ്രതീക്ഷകൾ പൂവണിയുന്ന, മുട്ടിടുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ സമയം. ഈ ഒരു ഭാഗ്യ സമയത്ത് ഈ നക്ഷത്രക്കാർ അവർ വീടിനടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം. സൽക്രമങ്ങൾ, പുണ്യപ്രവൃത്തികൾ, ദാനധർമാദികളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇവർക്ക് ജീവിതത്തിൽ അസുലഭമായ നേട്ടങ്ങളുണ്ടാകും. മനസ്സമാധാനത്തോടുകൂടി ഇരിക്കാനുള്ള അവസരമുണ്ടാകും. മനസ്സിൽ നിന്ന് എല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാവിധ വിഷമതകളൊക്കെ മാറുന്നതിനും കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സമാധാനമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ നിയോഗം പോലെ ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഈശ്വരൻ്റെ ഊർജം വന്നു നിറയ്ക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക വിജയവും ഉയർച്ചയും കഷ്ടപ്പാടുകളൊക്കെ മാറി എല്ലാവിധ നേട്ടങ്ങളും ഒന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നു. നഷ്ടപ്പെട്ട പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ജ്യോതിഷപരമായിട്ട് വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. തൊഴിൽ ഇടത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം, താൽക്കാലിക ജോലിയിൽ നിന്നും സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റങ്ങളും ലാഭവും വർദ്ധിച്ചു കാണുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന, കുടുംബത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാവിധ സ്വപ്നങ്ങളും പൂവണിയുന്നു. സാക്ഷാത്കരിക്കാനൊക്കെ സാധിക്കുന്ന വലിയ ഉദ്യമത്തിലേക്ക് വലിയൊരു ചുവടുവയ്പ് വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകൾ വലിയ തോതിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വഴിപാടായി സമർപ്പിക്കുക. എല്ലാ തടസ്സങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിഞ്ഞെത്തുന്നു. ഭാഗ്യം ഇരട്ടി വേഗത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ സ്ഫുരിക്കുന്ന സമയമാണ്. എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങൾ മാറുന്നു. സർവ്വവിധ ദുരിത നിവാരണം തന്നെയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയം എന്ന് പറയുന്നത്. ഇവർ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ധന അഭിവൃദ്ധി തന്നെയാണ്
ഇവർക്ക് ലഭിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിയുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കാലഘട്ടം തന്നെയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉയർച്ചയുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യ സൗഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേർന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. പ്രാരാബ്ധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സർവൈശ്വര്യ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. കാർത്തിക നക്ഷത്രക്കാർ വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നു. ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി വരുന്നു. വിദേശവാസത്തിന് വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായ ഒരു സമയം. ധനം ഒരുപാട് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയം. ഒരു ജോലി ഇതൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. ആഗ്രഹങ്ങളൊക്കെ പൂർണിയുന്ന എല്ലാ രീതിയിലും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ സമയമാണ്. ഭാഗ്യത്തിൻ്റെ നേട്ടങ്ങൾ വന്നു ചേരുന്നു. ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുന്ന ഒരു സമയം. ക്ഷേത്ര ദർശനം നടത്തണം. കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഈശ്വരൻ്റെ തുണയുണ്ടാകും, കൈത്താങ്ങുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും. ഭാഗ്യനാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന എല്ലാവിധ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മാറും. രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സമ്പന്ന പദവി, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരവസ്ഥകൾ, മനസ്സമാധാനമില്ല, മനസ്സിന് ഒരു സന്തോഷപൂർണമായ അവസ്ഥകൾ ലഭിക്കുന്നില്ല, കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഉള്ള പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ മാറി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നു. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു ദിനങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങൾ ഒഴിയുന്നു. ഉയർച്ചകൾ സാധ്യമാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി രക്ഷപ്പെടാനുള്ള, ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. നേട്ടങ്ങളുടെ ഒരു സമയം. ഈശ്വരൻ്റെ കൈത്താങ്ങുണ്ടാകുന്നു. ആത്മവിശ്വാസത്തോടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജ്യോതിഷപരമായി ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു. പുതിയ പ്രതീക്ഷകൾ പൂർണിയുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്നു. വിശ്വാസപരമായും ആചാരപരമായുമുള്ള കാര്യത്തിൽ താല്പര്യം ജനിക്കുന്നു. ആത്മീയ കാര്യത്തിലൊക്കെ വളരെ താല്പര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. ജീവിതാനുഭവങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ പുതിയ തുടക്കം, പുതിയ നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഭാഗ്യ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം തന്നെയാണ്. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ലഭ്യമാകുന്നതോടുകൂടി എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഇവർക്ക് സാധ്യമാകും. രാജകീയ പ്രൗഢിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ്. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. മാനസിക സമ്മർദ്ദമൊക്കെ അതിജീവിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്ന സമയം കൂടിയാണ്. ഈശ്വരാധീനം, ഭാഗ്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും
ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.